ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പിൻ്റെ 29ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. സഭയായിട്ട് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം വിടുതൽ നൽകുന്ന യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് ഹു ലിബറേറ്റ്സ്. അതിനാധാരമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. The Gospel according to Saint Luke chapter 13 verses from 10 to 17. 12ഉം 13ഉം വാക്യങ്ങൾ കുറിവാക്യമായിട്ട് വായിച്ചു കൊള്ളട്ടെ. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ജീവിതത്തിൻ്റെ വിശുദ്ധിക്കും അനുഗ്രഹത്തിനും വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളാണ് നോമ്പിൻ്റെ ദിവസങ്ങൾ. നാമായിരിക്കുന്ന ഇടങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം വിശുദ്ധീകരിക്കപ്പെടണം. അതിലൂടെ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധ്യമായി തീരും. Sanctification of space and sanctification of time that God has given us leads to sanctification of life. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം കർത്താവായ യേശുക്രിസ്തു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു സംഭവമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18 വർഷം കൂനിയായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ അനുഭവമാണ് അവിടെ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ കൂനിയായ സ്ത്രീയെ വിളിച്ച് അവളുടെ മേൽ കൈവച്ച് അവൾക്ക് സൗഖ്യം നൽകുന്ന സംഭവം. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പ്രമാണികൾ അല്ലെങ്കിൽ ആ സിനഗോഗിലെ തലവന്മാർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സംഭവമായിട്ടാണ് ഇവിടെ നമുക്ക് അതിനെ കാണാനായിട്ട് പറ്റുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറയുകയാണ്, വേല ചെയ്യുവാനായിട്ട് 6 ദിവസമുണ്ട്, സബത്തിൽ അരുതേ എന്ന് പറയുന്ന പള്ളി പ്രമാണികളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുകയാണ്, ഈ സ്ത്രീക്ക് രോഗബന്ധനങ്ങളിൽ നിന്നുള്ള ഒരു വിടുതൽ ആവശ്യമാണ്. കാരണം ഇവളും അബ്രഹാമിൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് അവൾക്കൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി നൽകുന്ന ഒരു യേശുക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 18 വർഷം കൂനിയായിട്ടുണ്ടായിരുന്ന ആ സ്ത്രീക്ക് സൗഖ്യം നൽകുന്നതിലൂടെ കർത്താവിൻ്റെ ആർദ്രതയും കരുണയും വ്യക്തമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നു. നമുക്കറിയാം, ഈ ഒരു സംഭവം വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കപ്പെടുന്ന, എല്ലാ ആചാരങ്ങളും പാലിക്കപ്പെടുന്ന ഒരു ഇടമായിരിക്കുന്ന ഒരു ആലയത്തിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ആണ് ഈ ഒരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു അത്ഭുതം അവിടെ സംഭവിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. എ ക്ലാഷ് ബിറ്റ്വീൻ legalism and compassion, a clash between rigid interpretation of Sabbath laws and the merciful liberation offered by Christ is also seen there. നിയമങ്ങളെല്ലാം നിലനിർത്തുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ആ സിനഗോഗിലെ പ്രധാനിയായിട്ടുള്ള ആളും കർത്താവും തമ്മിലുള്ള ഒരു വാഗ്വാദം അവിടെ നമ്മൾ കാണുന്നു. എന്നാൽ കർത്താവോട് വ്യക്തമായിട്ട് അവിടെ കൂടി വന്നിരിക്കുന്ന ജനങ്ങളോട് പറയുകയാണ്, ഈ മകളുടെ സൗഖ്യമാണ് പ്രധാനപ്പെട്ടത്. വളരെ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചാണ് ആ സിനഗോഗിലെ പ്രമാണികളോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ കപടഭക്തിക്കാരാണ്. ഈ വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള ഒരു സൗഖ്യം മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവോട് നൽകുന്നത്, പിന്നെയോ എല്ലാ അടിമത്വത്തിൽ നിന്നുള്ള ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം ഈ സ്ത്രീക്ക്
കർത്താവ് നൽകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള പരിസര ശുശ്രൂഷകളിൽ ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നു. അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നു, മുടന്തർ എഴുന്നേറ്റ് നടക്കുന്നു, രോഗികൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. ഇതെല്ലാം ദൈവം തമ്പുരാൻ നൽകുന്ന വിടുതലിൻ്റെ അനുഭവങ്ങളാണ്. എന്നാൽ ഇതിനപ്പുറമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഇവർക്കെല്ലാം നൽകുന്ന ആത്മീകമായിട്ടുള്ള ഒരു വിടുതലും നമുക്ക് വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. ഈ നോമ്പിൻ്റെ കാലയളവിൽ ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ, നടുച്ചോറുകളെയെല്ലാം തകർക്കുവാൻ, വിടുതലിൻ്റെ വാഹകരായി തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിടുതൽ നൽകുന്ന യേശു ക്രിസ്തുവിനെ കൂടുതൽ അടുത്തറിയുവാൻ, ബന്ധനങ്ങളെ പൊട്ടിക്കുവാനായിട്ട് കഴിവുള്ള ഈ യേശുവിനെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കുവാൻ, എല്ലാറ്റിലുപരിയായിട്ട് വേർപാടിൻ്റെ നടുച്ചോറുകളെയെല്ലാം തകർക്കുന്ന ഈ യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ഈ നോമ്പിൻ്റെ കാലയളവിൽ മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ വീണ്ടെടുക്കുവാനായിട്ടുള്ള വലിയ ദൗത്യം ദൈവം തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ദൗത്യം നിർവഹിക്കാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് വിടുതൽ നൽകുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിൻ്റെ സാക്ഷികളായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ, മറ്റുള്ളവരെ വീണ്ടെടുക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശു നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.